ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിണ്ട് കീറലും കുഴിനഖമൊക്കെ മാറ്റി നമ്മുടെ പാദങ്ങൾ പട്ടുപോലെ മനോഹരമാക്കാനുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ ഉപ്പൂറ്റിയിലെ വിണ്ട് കീറൽ വളരെ പെട്ടെന്ന് മായ്ച്ചു കളയുന്ന ഒരു സൂപ്പർ ടിപ്പ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും മുഴുവനായിട്ട് കാണണേ. മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും മിക്കവർക്കും ഉണ്ടാകുന്ന ഒന്നാണ് കുഴിനഖം. കാലിൻ്റെയും കൈയുടെയും ഒക്കെ തള്ളവിരലിൻ്റെ നഖങ്ങളിലാണ് ഈ രോഗം പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. എത്ര പൊട്ടിപ്പൊളിഞ്ഞ വേദനിക്കുന്ന കുഴിനഖമാണെങ്കിലും വെറും ഒറ്റ ദിവസത്തെ യൂസ് കൊണ്ട് തന്നെ വളരെ ആശ്വാസം ലഭിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ കുഴിനഖം മാറ്റിയെടുക്കാനുള്ള മരുന്നുണ്ടാക്കാനായിട്ട് ഞാൻ ഇത്രയും വെളുത്തുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. നിങ്ങളുടെ കുഴിനഖം എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ അത്ര അളവിന് വേണം വെളുത്തുള്ളി എടുക്കാൻ. പിന്നെ ഈ മരുന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ ഇത് ഒരാഴ്ചത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അമൃതിൻ്റെ തുള്ളികളായ വെളുത്തുള്ളികൾ മിക്കവാറും എല്ലാ ത്വക്ക് രോഗങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒന്നാണ്. നന്നായി അരച്ചെടുത്ത വെളുത്തുള്ളി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വെളുത്തുള്ളിയോടൊപ്പം 2 ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എത്ര വലിയ മുറിവുകളെയും ഉണക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ സിയാൽ സമ്പുഷ്ടമാണ് നാരങ്ങ. അരച്ചെടുത്ത വെളുത്തുള്ളിയിലേക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കുഴിനഖം മാറുന്നതിന് മാത്രമല്ല കേട്ടോ, ഉപ്പൂറ്റി വിണ്ടുകീറൽ വളരെ പെട്ടെന്ന് മാറ്റുന്നതിനും നല്ലൊരു മരുന്നാണിത്. നാരങ്ങ നീര് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരൽപ്പം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്താൽ മതി കേട്ടോ, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊന്തി വരും. കുഴിനഖത്തിൻ്റെയും ഉപ്പൂറ്റി വിണ്ടുകീറലിൻ്റെയും ഒക്കെ അകത്തിരിക്കുന്ന അഴുക്ക് വളരെ പെട്ടെന്ന് പതഞ്ഞ് പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. എത്ര കട്ടി പിടിച്ച അലിയാത്ത അഴുക്കും ബേക്കിംഗ് സോഡ ചെല്ലുമ്പോൾ നന്നായിട്ട് അലിഞ്ഞ് പുറത്തേക്ക് ഒഴുകിപ്പോകും. വെളുത്തുള്ളി അരച്ചതും നാരങ്ങ നീരും ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. കുറച്ച് ഉപ്പിട്ട ചെറു ചൂടുവെള്ളത്തിലേക്ക് കുഴിനഖം ബാധിച്ച നമ്മുടെ കാലുകൾ ഇറക്കി വയ്ക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഇങ്ങനെ വെച്ചതിന് ശേഷം ഉണങ്ങിയ കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് ഉണക്കിയെടുക്കാം. നഖത്തിൻ്റെ സൈഡിലുള്ള നനവൊക്കെ നല്ലതുപോലെ തുടച്ച് ഉണക്കണം. ഇനി നമ്മുടെ മരുന്ന് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത നാരങ്ങയും വെളുത്തുള്ളിയും മുറിവുകൾ പെട്ടെന്ന് കരിയാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ മുറിവുകൾക്കുള്ളിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കാനും ഇവയ്ക്ക് കഴിവുണ്ട്. കുഴിനഖത്തിന് ചുറ്റും മരുന്ന് പുരട്ടിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞു വയ്ക്കാം. എത്ര പൊട്ടിപ്പൊളിഞ്ഞ ചോരയൊലിക്കുന്ന വേദനിക്കുന്ന കുഴിനഖമാണെങ്കിലും വെറും ഒറ്റ ദിവസത്തെ യൂസ് കൊണ്ട് തന്നെ നമുക്ക് നല്ല ആശ്വാസം കിട്ടും. ഈ ടിപ്പ് ഒരാഴ്ച ചെയ്താൽ കുഴിനഖം പൂർണ്ണമായി മാറുകയും അവിടെ നല്ല നഖം ഉണ്ടാവുകയും ചെയ്യും. ബാക്കിയുള്ള മരുന്ന് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതെടുത്ത് യൂസ് ചെയ്യാം. കുറച്ച് അധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഒരാഴ്ചയോളം ഇത് കേടാകാതിരിക്കും. കുഴിനഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. 100% എഫക്റ്റീവായ ഒരു ടിപ്പാണിത്. നമ്മുടെ സെക്കൻഡ് ടിപ്പ് ഉപ്പൂറ്റി വിണ്ടുകീറൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഹോം റെമഡിയാണ്. തണുപ്പ് കാലത്തും വേനൽക്കാലത്തുമൊക്കെയാണ് ഉപ്പൂറ്റി വിണ്ടുകീറൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. വിണ്ടുകീറിയ ഉപ്പൂറ്റിയും പാദങ്ങളുമൊക്കെ പട്ടുപോലെ മനോഹരമാക്കാനുള്ള ഒരു നല്ല മരുന്നാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. മരുന്നുണ്ടാക്കാനായിട്ട് നമുക്കൊരു മെഴുകുതിരി വേണം. പിന്നെ ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ, ഇതിൽ നിന്നും ഒരല്പം മാത്രം മതി നമ്മുടെ മരുന്നുണ്ടാക്കാൻ. മരുന്നുണ്ടാക്കാൻ ആവശ്യമായ മെഴുകുതിരി മുറിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം. ഞാനിവിടെ ഈ ടിപ്പ് കാണിക്കുന്നതിന് വേണ്ടി കുറച്ച് അളവിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ കുറേ ദിവസത്തേക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. മുറിച്ചെടുത്ത മെഴുകുതിരിയിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാം. മുറിവുകളെ വളരെ പെട്ടെന്ന് ഉണക്കാനും അതുപോലെ തന്നെ നമ്മുടെ പാദങ്ങളെ പട്ടുപോലെ സോഫ്റ്റ് ആക്കാനും കഴിവുള്ള ഒന്നാണ് വെളിച്ചെണ്ണ. 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഈ മെഴുകിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ക്രീമി ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അതുകൊണ്ട് മെഴുകിൻ്റെ അളവിനനുസരിച്ച് വേണം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാൻ. ഏകദേശം 1 സ്പൂണോളം മെഴുകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നമുക്ക് ഈ മെഴുകൊന്ന് ഉരുക്കിയെടുക്കാം.
വെറും 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മെഴുക് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. മാത്രമല്ല മെഴുകും വെളിച്ചെണ്ണയും നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുമുണ്ട്. ഉരുക്കിയെടുത്ത മെഴുക് നല്ലതുപോലെ തണുത്ത് കിട്ടണം. അതിനായിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഉപ്പൂറ്റി വെണ്ടീകറൽ വളരെ പെട്ടെന്ന് മാറുന്നതിന് വേണ്ടി നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്തു വന്നിരുന്ന ഒരു ഹോം റെമഡിയാണിത്. നമ്മുടെ മരുന്ന് വളരെ പെട്ടെന്ന് തന്നെ തണുത്ത് നല്ല കട്ടയായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, പെട്രോളിയം ജെല്ലി പോലെ നല്ല സോഫ്റ്റാണിത്. ചെറു ചൂടുവെള്ളത്തിൽ കഴുകി തുടച്ച് ഉണക്കിയെടുത്ത നമ്മുടെ വിണ്ടുകീറലുള്ള പാദങ്ങളിലേക്ക് ഈ മരുന്ന് പുരട്ടി കൊടുക്കാം. വൃത്തിയില്ലായ്മ കൊണ്ട് മാത്രമല്ല കേട്ടോ ഉപ്പൂറ്റി വിണ്ടുകീറൽ ഉണ്ടാകുന്നത്. അതിന് പല കാരണങ്ങളും ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിക്കാത്തവരിലും അതുപോലെ തന്നെ അമിതമായ വണ്ണമുള്ളവരിലും ഉപ്പൂറ്റി വിണ്ടുകീറൽ സർവ്വസാധാരണമാണ്. ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങുന്നത് നമ്മുടെ ഉപ്പൂറ്റികളാണ്. അപ്പോൾ ആ ഭാഗത്ത് പ്രഷർ കൂടുകയും അവിടുത്തെ സ്കിന്ന് വിണ്ടുകീറുകയും ചെയ്യും. അപ്പോൾ വിണ്ടുകീറലിന് ചികിത്സിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ മരുന്ന് പാദങ്ങളിൽ രാത്രി പുരട്ടുന്നതാണ് ഏറ്റവും നല്ലത്. രാത്രി മരുന്ന് പുരട്ടിയതിന് ശേഷം ഒരു സോക്സ് ഇട്ട് കിടന്നാൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, മരുന്ന് പുരട്ടിയതിന് ശേഷം ചെരുപ്പിടാതെ നടക്കരുത്. ചെരുപ്പിട്ടുകൊണ്ട് മാത്രമേ നടക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തെന്നി വീഴും. ഉപ്പൂറ്റിയും പാദങ്ങളും ഡ്രൈ ആകാതെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണിത്. ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. വെറും 2 മിനിറ്റ് കൊണ്ട് ഉപ്പൂറ്റിയിലെ വിണ്ടുകീറൽ പൂർണ്ണമായി മായ്ച്ചു കളഞ്ഞ് പാദങ്ങൾ നല്ല പട്ട് പോലെ സോഫ്റ്റാക്കി എടുക്കുന്ന ഒരു സൂപ്പർ ടിപ്പാണ് അടുത്തായി കാണിക്കുന്നത്. നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഒരു ബക്കറ്റിലേക്ക് പാദങ്ങൾ മുങ്ങുന്നതിനാവശ്യമായ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഷാമ്പു ചേർത്ത് കൊടുക്കാം. ഷാമ്പുവും വെള്ളവും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിണ്ടുകീറിയ കാലുകൾ ഏകദേശം 10 മിനിറ്റോളം ഈ വെള്ളത്തിലൊന്ന് മുക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലുള്ള പ്യൂമിക് സ്റ്റോൺ വേണം. നമ്മുടെ അടുത്തുള്ള ലേഡീസ് സ്റ്റോറുകളിലും ഫാൻസി സ്റ്റോറുകളിലുമൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ പാദങ്ങൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരുന്നത് അലക്കുകല്ലിലിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയാണ്. ഇപ്പോൾ അലക്കുകല്ലുമില്ല, അങ്ങനെയൊട്ട് കഴുകാൻ ആർക്കും സമയവുമില്ല. അങ്ങനെയുള്ളവർ ഇത് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പല ടൈപ്പിലുള്ള പ്യൂമിക് സ്റ്റോണും നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും. ഈ വെളുത്ത പ്യൂമിക് സ്റ്റോണിനേക്കാളും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ സ്റ്റീലിൻ്റെ പ്യൂമിക് സ്റ്റോണാണ്. വെളുത്ത സ്റ്റോൺ നിലത്ത് വീണാൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. പക്ഷേ ഈ സ്റ്റീലിൻ്റെ സ്റ്റോൺ നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ സാധിക്കും. സ്റ്റോൺ നന്നായിട്ടൊന്ന് നനച്ചതിന് ശേഷം അതിലേക്ക് ഒരല്പം സോപ്പ് പുരട്ടി കൊടുക്കാം. ഇനി നമ്മൾ ആ ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്ന പാദങ്ങൾ ഈ സ്റ്റോൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് തേച്ച് ഉരച്ച് കഴുകിയെടുത്താൽ മാത്രം മതി. എൻ്റെ നല്ല ഡ്രൈ സ്കിന്നാണ്. വീഡിയോ പിടിക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് നാൾ കാല് ക്ലീൻ ചെയ്യാതിരുന്നതാണ് കേട്ടോ. ഡെയിലി ക്ലീൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ പാദങ്ങൾ പെട്ടെന്ന് തന്നെ വിണ്ടുകീറും. എല്ലാ ദിവസവും കുളിക്കുന്ന സമയത്ത് ഈ സ്റ്റോൺ ഉപയോഗിച്ച് പാദങ്ങൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ വിണ്ടുകീറലൊന്നുമില്ലാതെ പാദങ്ങൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ദാ കണ്ടോ, എൻ്റെ കാലിൽ വിണ്ടുകീറൽ പൂർണ്ണമായിട്ട് മായ്ച്ച് കളയാൻ 2 മിനിറ്റിൻ്റെ പോലും ആവശ്യം വന്നില്ല. വിണ്ടുകീറി വേദനയും പഴുപ്പും ഒക്കെ ഉള്ള വ്രണങ്ങളായിട്ടിരിക്കുവാണെങ്കിൽ നമ്മുടെ മരുന്ന് പുരട്ടി ഉണങ്ങിയതിന് ശേഷം മാത്രം പ്യൂമിക് സ്റ്റോൺ ഉപയോഗിച്ച് ഇതുപോലെ ക്ലീൻ ചെയ്താൽ മതി. 3 വർഷം മുമ്പ് വാങ്ങിയതാണ് ഞാൻ ഈ പ്യൂമിക് സ്റ്റോൺ. അന്ന് ഇതിൻ്റെ വില 80 രൂപയാണ്. ആവശ്യത്തിന് ശേഷം നമ്മുടെ സ്റ്റോൺ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ച് അതിൽ വെള്ളം കളഞ്ഞു വെച്ചാൽ മാത്രം മതി. എത്ര വർഷം വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്